ഹലോ. അപ്പോൾ പയ്യന്മാരെല്ലാവരും റെയിൽവേ സ്റ്റേഷനിലെത്തി കോഴിക്കോട്. എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യങ്ങൾ നേരെ മണാലിക്കാണ് വരുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ നേരെ സൗദിയിൽ നിന്ന് വരുന്നത് നേരെ മണാലിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകാനുള്ള എല്ലാ മുടിവെട്ടലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുതിയൊരു മുത്താക്കി എല്ലാവരും കൂടി കൂടി ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോൾ പയ്യന്മാരൊക്കെ പറഞ്ഞു ഇവരെ ഒറ്റയ്ക്ക് പോയി നമ്മളിപ്പോൾ കൂടിയില്ലെന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അന്ന് രാത്രി നേരെ ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് എത്തിയപ്പോൾ പയ്യന്മാരുടെ വീഡിയോസ് എങ്ങനെ വരാൻ തുടങ്ങി. ട്രെയിനിലുള്ള ഓരോ അതൊക്കെ കൂടി കണ്ടപ്പോൾ നേരം വെളുത്ത് കിട്ടിയാൽ നല്ല ചിന്തയും. അങ്ങനെ ഏതാണ്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പെട്ടിക കെട്ടി വെച്ചൊക്കെ പയ്യന്മാരൊക്കെ എടുത്ത് നേരെ കാറിലെത്തി എല്ലാവരും കൂടി യാത്ര പറഞ്ഞു. ശരിക്കും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത്രയും കാലം ഒരുമിച്ച് നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ എത്ര നാട്ടിലേക്കാന്ന് പറഞ്ഞിട്ടും കാലം ചെറിയൊരു ഫീലൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നേരെ വണ്ടി കയറാൻ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരുന്നു. നമ്മളെ മുതിരും എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പം നിൽക്കുന്ന കടയിലേക്ക് എത്തിയിട്ട് ആകെ 2-3 മാസമായിട്ടുള്ളൂ. പക്ഷേ ചെക്കന്മാരൊക്കെ നല്ല അടിപൊളി വൈബ് ചെക്കന്മാരായിരുന്നു. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് നേരെ കയറി. ഫസ്റ്റ് പോകുന്നത് ജിസാനിക്കാണ്. കാരണം ജിസാനിൽ നിന്ന് നേരെ റിയാദ് പോകണം. റിയാദിൽ നിന്ന് അബുദാബി വഴി കേട്ടോ ഡൽഹിക്ക് പോകണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് പോകുമ്പോൾ ഇവിടുന്ന് 22,000 കണ്ട വരുന്നുണ്ട്. ഈ രീതിയിൽ ഡൽഹിക്ക് എടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 8,000 രൂപ കണ്ട ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ മണാലിയൊക്കെ കറങ്ങി അടിച്ച് വരാമെന്ന് കൂട്ടുകാരും പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ശരിക്കും നമ്മൾ പ്രവാസികളെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ചാർജും ഇതുപോലെ പോകുമ്പോഴുള്ള ചാർജും നോക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ അവിടെയും കൂടി കറങ്ങാനൊരു സെറ്റപ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും സുഖം അങ്ങനെയാണ്. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളും കാണാം. പിന്നെ നാട്ടിലെത്തി കഴിഞ്ഞാൽ എന്തായാലും ബിസിയാവും. അങ്ങനെ റിയാദിൽ നേരെ അബുദാബിക്കുള്ള നമ്മൾ ഇത്തിഹാദ് എയർവേസിൽ കയറി. സംഭവം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ഫ്ലൈറ്റിനെ അപേക്ഷിച്ച് ഇവരുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ സർവീസും എല്ലാം നല്ല അടിപൊളിയാണ്. അങ്ങനെ ഏതാണ്ട് ഫ്ലൈറ്റ് അബുദാബിയിൽ ലാൻഡ് ചെയ്തു. ഇനി എയർപോർട്ടായിക്കോട്ടെ, എയർപോർട്ടിൻ്റെ ഫെസിലിറ്റീസ് ആയിക്കോട്ടെ എല്ലാം നല്ല സെറ്റ് വൈബ് എന്ന് മാത്രമല്ല ആ ഒരു നീറ്റാണ് ക്ലീനും എന്താ പറയുക ഒരു നല്ലൊരു മോളിൽ ചെന്ന സെയിം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറേ നേരം ഡ്യൂട്ടി ഫ്രീയിലൊക്കെ നിന്ന് നേരെ ഫ്ലൈറ്റ് എടുക്കാനുള്ള സമയം. പിന്നെ നേരെ ഫ്ലൈറ്റിൽ കയറി എൻ്റെ സെൽഫിയൊക്കെ എടുത്ത് ഫ്ലൈറ്റ് പൊന്തി താഴേക്ക് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചിട്ടു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് പിന്നെ നല്ല ഫുഡൊക്കെ വന്നിരുന്നു. ഫുഡും നല്ല ക്വാളിറ്റി ഫുഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഡൽഹി എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ എയർ ഇന്ത്യയും ഇൻഡിഗോയൊക്കെ കാണുന്ന ഒരു പ്രത്യേക സമാധാനമെന്ന് പറയില്ല. അങ്ങനെ നേരെ ഡൽഹിയിൽ ഇറങ്ങി അവിടുന്ന് ടാക്സി വിളിച്ച് നേരെ റെയിൽവേയിൽ പോയി. ശരിക്കും നേരത്തെ അവരാണ് എത്തേണ്ടത്. 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ഡിലേ ആവുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് എത്തി. അങ്ങനെ റെയിൽവേയിലെത്തി ചെക്കന്മാരൊക്കെ വന്നപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ സമാധാനമായെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ നേരെ അവിടെ നിന്ന് ഓട്ടോയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ. അതിൽ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകാരുണ്ട് ഓരോ ട്രാവൽസാണ് അൾട്രാസിൻ്റെ കൂടെയായിട്ട് നമ്മൾ പോകുന്നത് ഇപ്രാവശ്യം. ശരിക്കും പരിചയമുള്ള ആൾക്കാരൊപ്പം ഉണ്ടാകുമ്പോൾ ഒരുപാട് മെച്ചമാണ്. കാരണം ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് ടിക്കറ്റിൻ്റെ അത്ര പൈസയും വന്നില്ല. മണാലിയും എല്ലാം അടിപൊളിയായിട്ട് കറങ്ങാനും പറ്റി. അങ്ങനെ ഞങ്ങൾ മണാലിക്കുള്ള ബസ്സൊക്കെ വന്ന് വഴിയിലൊരു ഫുഡൊക്കെ കഴിച്ച് നേരെ മണാലിക്ക് നേരം വെളുത്ത് പുറത്തേക്ക് നോക്കിയപ്പോഴുള്ള കാഴ്ചകളുണ്ടായിരുന്നു. നല്ല അടിപൊളി കാഴ്ചകൾ. കാരണം അഡ്വഞ്ചർ റോഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള റോഡും പിന്നെ 2 മലകൾക്കിടയിലൂടെ ഉള്ളത്, പിന്നെ താഴ്ഭാഗത്ത് പുഴ, അങ്ങനെ നല്ല അടിപൊളി സെറ്റപ്പ്. പിന്നെ വണ്ടി കുറേ നേരം പോയി ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് നല്ല അടിപൊളി വഴിക്കാൻ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ അവിടുന്ന് കയറി. അങ്ങനെ കയറി മണാലി എത്താൻ നേരത്തെ നല്ല ബ്ലോക്ക് കേട്ടോ. അത്യാവശ്യം നല്ല ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അങ്ങനെ നേരെ റൂമിലെത്തി. അങ്ങനെ ഫസ്റ്റ് ദിവസം റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അവിടെ എത്തിയതിനൊക്കെ 3 റെൻ്റ് ബൈക്ക് കിട്ടിട്ടോ. അപ്പോൾ ഞാൻ ബൈക്ക് എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ബൈക്ക് കൊണ്ടുള്ള ഉപകാരവും അതേപോലെ ബൈക്കുമ്പോൾ കറങ്ങുമ്പോഴൊരു ഫീലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര വൈബ് തന്നെയായിരുന്നു. ശരിക്കും മണാലിയിൽ ഇത്ര അധികം ബ്ലോക്കുള്ള സ്ഥലമാണ്, ഒരുപാട് ഏരിയ. ആ സമയത്ത് ബൈക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റും. ശരിക്കും ആദ്യമായിട്ടാണ് ആര് വരികയെന്നുണ്ടെങ്കിലും ഒരിക്കലും കാറോ റെൻ്റ് എടുക്കരുത്, ബൈക്കാണ് ഏറ്റവും നല്ലത്. ഇനി ഇതുപോലെ ഒരു തവണ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലിയെ കൂട്ടി വരുമ്പോൾ ഒരു കൂട്ടിയിട്ട് തവളത്ത് കൊടുക്കണം. തവള പുറകിലിരുന്ന് പോകണം. കാരണം ആ തണുപ്പും ആ ഒരു കാലാവസ്ഥയും ചുറ്റുള്ള മരങ്ങളും എല്ലാം കൂടി ശരിക്കും മനസ്സിനൊന്ന് ഫ്രീ ആക്കുമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ഒരുപാട് പോയപ്പോൾ ദൂരെ താണ്ട നമ്മൾ മഞ്ഞ് മലകളൊക്കെ കണ്ടപ്പോൾ എന്തോ വല്ലാത്ത ഫീലായി. ശരിക്കും നീലാകാശം പച്ചക്കറിൽ ചുവന്ന ഭൂമിയിൽ ദുൽഖറൊക്കെ പോകുന്ന പോലെ ആ ഒരു ഫീലാട്ടോ നേരെ വിട്ടെന്ന്. പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മളറിയാത്ത നാട്ടിലൂടെ ആ ബൈക്കിൽ പോകുമ്പോഴൊരു യാത്ര ഉണ്ടല്ലോ, അതും പണ്ടെന്തോ കേട്ടാൽ കുട്ടു വണ്ടിയിൽ ആ സൗണ്ടും കേട്ട് ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു ഫീലും അതൊരു വെറൈറ്റി വൈബ് തന്നെയായിരുന്നു. ഇപ്പോൾ കണ്ടില്ല അട്ടൽ ടണലിൻ്റെ അവിടെ എത്താൻ അപ്പോൾ കിലോമീറ്റർ കണക്കിനാണ് ബ്ലോക്ക് എടുക്കണം. അതുകൊണ്ട് ബൈക്ക് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റി. അങ്ങനെ നേരെ ടണലിൻ്റെ ഉള്ളിൽ കയറി ഏതാണ്ട് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കേട്ടോ, 40 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണോ. അങ്ങനെ ആ ടണൽ അങ്ങോട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ മോനെ ഒരു സ്വർഗത്തിൻ്റെ മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീലായിരുന്നു.
പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയും അത് തന്ന ആ ഒരു വൈബും ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാന്ന് പറയല്ലേ. അതുപോലെ തന്നെ മഞ്ഞുരുകി വരുന്ന മലമെന്നുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ മുഖത്തെട്ടിയപ്പുള്ള ഒരു ഫീലും എല്ലാം കൂടി എന്താ പറയുക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാന്ന് പറയല്ലേ. അങ്ങനെ ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബൈക്കുമ്പോൾ എങ്ങനെ യാത്ര തുടർന്നു. പണ്ട് കൂടെ പഠിച്ചതാണെങ്കിലും ഇപ്രാവശ്യം കേട്ടോ ശരിക്കും അവനോടൊരു മതിപ്പൊക്കെ തോന്നിയ കാരണം ഇതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്തതും അതും കറക്റ്റ് പക്കയായിട്ട്. കാരണം ബൈക്ക് ഇരിക്കുന്നത് ബൈക്ക് ഒരു സ്ഥലത്ത് ലാഗോ കാര്യങ്ങളൊന്നും വന്നതുമില്ല. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു രൂപ പോലും ചിലവും വന്നില്ല എന്ന് പറഞ്ഞില്ല. കാരണം നാട്ടിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യാഷ് അയച്ചെടുത്തപ്പോൾ നീ ഡൽഹി കൂടെ വന്നാൽ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് പോകാനാണ്. ഒരു ചിലവരും വരാതെ ഫുള്ള് മണാലിയും എല്ലാം അടിച്ച് പൊളിച്ച് പോരാൻ പറ്റി. അതും കാണുന്ന മലമേലൊക്കെ കയറി മഞ്ഞിലൊക്കെ കളിച്ച് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ക്യാമറ എടുത്തപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുത്ത് കൊടുക്കണം. അപ്പോൾ ലാസ്റ്റ് ക്യാമറ ചാർജ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭാഗങ്ങൾ ഒഴിവാക്കി. പക്ഷെ എന്നാൽ ഇത്ര അടിപൊളിയായിട്ട് ടൂർ കോർഡിനേറ്റ് ചെയ്യുന്നു, ഇത്ര അടിപൊളി സെറ്റടി ചെയ്യുന്നു എനിക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാർ ടൂർ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചുമ്മാ പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞതും തിരിച്ചെന്ന് പറഞ്ഞ വാക്കുകളൊക്കെ സത്യത്തിൽ സത്യം തോന്നിപ്പോയിട്ടോ. കരിയർ ട്രിപ്പോട് കൂടി ഒരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇതുപോലെ നല്ല ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും പരിചയസമ്പന്നനായ ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എല്ലാവർക്കും മഞ്ഞ് മല എന്നുള്ളൊരു സങ്കല്പമായിട്ട് വന്നുകൊണ്ട് ഈ ഒരു ദിവസം മൊത്തമായിട്ട് ഞങ്ങളൊക്കെ അതേപോലെ വിട്ടാൻ നിന്നു. കാരണം പിന്നെ സമയം ഒരുപാട് വൈകിയ സമയത്ത് ഇനി പോയി തിരിച്ചിറങ്ങി അല്ലെങ്കിൽ രാത്രി റൂമിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ മണാലി മാർക്കറ്റിലൂടെയൊക്കെ രാത്രി നടന്ന് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അടുത്ത ബൈക്കിന് ഇറങ്ങി. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ താഴെ തന്നെ അവർ തന്നെ കേട്ടോ ബൈക്ക് റെൻറ്റിന് എടുക്കണം. നേരെ അവിടെ നിന്ന് എടുക്കുക, അടുത്ത ദിവസം അടുത്ത ബൈക്ക് മാറ്റുക, നേരെ ഇറങ്ങുക. അതും കറക്റ്റായിട്ട് മണാലി ടൗണിൻ്റെ അടുത്തായിട്ട്, അതേപോലെ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞ നല്ല അടിപൊളി റൂം. അങ്ങനെ ഇന്ന് റൂമിൻ്റെ അടുത്തുള്ളൊരു ടെമ്പിളുണ്ട്. ടെമ്പിളും അതുപോലെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. പണ്ട് നമ്മളുടെ അല്ലു അർജുൻ മൂവിയിലെ അതേ അമ്പലവും പിന്നെ ആ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ആ മരങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതേപോലെ പുറത്ത് ഓരോ ഫോട്ടോസിന് വേണ്ടിയിട്ട് ഓരോന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡെല്ലാം വെറൈറ്റി സംഭവം കേട്ടോ. റൊട്ടിയിൽ തന്നെ എല്ലാ മസാലയൊക്കെ തേച്ച് നല്ല എണ്ണയിലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ പിന്നെ ഒന്നും നോക്കില്ല, നേരെ അവിടെ കയറി ആ തണുപ്പത്ത് ആ ചായയൊക്കെ കുടിച്ച് നേരെ പുറത്തിറങ്ങിയ സമയത്തും ഈ വണ്ടികളുടെ ക്യൂ ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചു, സത്യം ഇന്ന് ബൈക്കിന് പകരം വേറെ ഏത് വണ്ടി എടുത്ത് കാണുന്നുണ്ടെങ്കിലും ഇതുപോലെ നിൽക്കേണ്ടി വരും. പിന്നെ അതേപോലെ ആദ്യം തന്നെ ഓരോ സിപ്പ് ലൈനിൽ കയറി ഇതിൻ്റെ മുന്നേ പല സ്ഥലത്തും നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തതാണെങ്കിൽ കൂടി മണാലിയിലെത്തിയിട്ട് സിപ്പ് ലൈൻ ചെയ്യാതെ പോകുന്ന മോശമെന്നിരുന്ന് അങ്ങനെ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇനി നേരെ പോകുന്നത് ഒരു മലൻ്റെ മുകളിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ സൈഡിൽ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടായിട്ടു. കാരണം അവിടേക്കുള്ള ട്രെക്കിങ് അടിപൊളിയാണ്. കുതിരപ്പുറത്തായിട്ട് വണ്ടിയിലൊക്കെ ആയിട്ട് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. അവിടെ എത്തിയ സമയത്തിന് 4 ഭാഗം ശരിക്കും മലയോട് ചുറ്റപ്പെട്ട് ഒരു അമ്പലം. പിന്നെ വെയിലെ കൊണ്ട് മഞ്ഞുരുക്കി നല്ല തണുത്ത വെള്ളം അതുപോലെ വരുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലെത്തി. മോനെ ചുറ്റുഭാഗം നോക്കിയപ്പോൾ നല്ല അടിപൊളി സെറ്റ്. അതേപോലെ ചെറിയ വെള്ളച്ചാട്ടം കൂടി കണ്ടപ്പോൾ ഒരു ഉണ്ടായില്ല, നല്ല വൈബ് എന്ന് പറഞ്ഞില്ലേ. പിന്നെ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ്. അങ്ങനെ അവിടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ വായും പൊളിച്ചിരുന്ന് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ചേച്ചിമാരെ കണ്ടിട്ടോ. പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒരു തൊഴിലുറപ്പില്ലേ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ നേരെ അവിടെ പോയി അവരോടൊക്കെ അറിയണ രീതിയിലൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവരുടെ ഫുഡ് ഞങ്ങളൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടിരുന്നു. നല്ല കല്ലക്കൻ ചേച്ചിമാർ കേട്ടോ. ഓരോരോ കഥകളും അതുപോലെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഒരുപാട് നേരം ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ അവിടെ സ്കിപ്പായി. ശരിക്കും ഒരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്തോ ഒരു ഇല ഇടിച്ച് പിഴിഞ്ഞ് കഴിക്കുന്നതാണ്. നമ്മളെ പോലെ ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, നല്ല സെറ്റ് ലൈഫ്. അങ്ങനെ ഏതായാലും അവിടെ നേരെ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ആ ഉള്ളൊരു വ്യൂ ഉണ്ടല്ലോ, ഡമ്മോ. ശരിക്കും പണ്ടാരോ പറഞ്ഞ പോലെ നമ്മളറിയാത്ത നാട്ടിലൂടെ ഒരുപാട് യാത്രയാണെന്ന് പറഞ്ഞില്ലേ. അവിടെയുള്ള ഓരോ ഫുഡും എക്സ്പീരിയൻസ് ചെയ്ത് ആ രീതിക്ക് തന്നെ പോകണം. ശരിക്കും ഇപ്പോൾ ഇതുപോലെയുള്ള നാട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പീസ് മൈൻഡ് ഉണ്ടല്ലോ. കാരണം നമ്മളെ വിഷമങ്ങളും എല്ലാം നമുക്ക് ഇറക്കി വെച്ച് നല്ല അടിപൊളിയായിട്ടൊന്ന് പോകാൻ പറ്റും. ശരിക്കും 2 ദിവസം നമ്മളെ തന്നെ മറന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞില്ല, ആ രീതിക്ക് ഒന്ന് പോയി. പിന്നെ അവിടെ നേരങ്ങൾ പാരാഗ്ലൈഡിങ് പോയി. അവിടെ പോയ സമയത്ത് പിന്നെ നമുക്ക് സൈൻ ചെയ്തേ കൊടുക്കണം, മരിച്ചു വേണമെങ്കിലും കുഴപ്പമില്ല എന്നല്ല. അതിലേക്ക് നൈസായിട്ട് പേടിയായി. ഞാൻ കയറിയില്ല, ബാക്കി എല്ലാവരും കയറിയ സമയത്ത് ഇവരൊക്കെ പറഞ്ഞാൽ നല്ല സെറ്റ് വൈബാന്നല്ല. സത്യത്തിൽ എനിക്ക് പേടിയായി. കാരണം ഞാൻ വീട്ടിലും കൂടി പോവാതെ നേരെ സൗദിയിൽ നിന്ന് വന്നതാണ്. കാരണം വീട്ടുകാരൊക്കെ കാണാൻ എന്തെങ്കിലും സംഭവിച്ചാലെന്നുള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ പാരാഗ്ലൈഡിങ് കഴിഞ്ഞ് കുറേ കറങ്ങി തിരിച്ചു വന്നപ്പോൾ നല്ല ആട്ടിൻകൂട്ടത്തിനെ കണ്ടു. ഒരു 4-5 ആയിട്ട് ആട്ടിൻകൂട്ടങ്ങളുണ്ടായിരുന്നു. ഒപ്പം നോക്കാൻ 2 നായ്ക്കൾ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ആടിൻ്റെ കൂടെ വന്നപ്പോൾ പിന്നെയാണ് കുറച്ച് മനുഷ്യന്മാരൊക്കെ വന്നത്. നമ്മൾ വിചാരിക്കുന്ന ചെമ്മരിയാടും ഇങ്ങനെ 2-3 ഐറ്റം ഒന്നുമല്ല, നല്ല കാണാൻ തന്നെ നല്ല ചന്തമുള്ള ഐറ്റം. അങ്ങനെ അത് കൂടെ കുറേ നേരം ഇങ്ങനെ നടന്ന്
ഞങ്ങൾ നേരെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. കാരണം ഞങ്ങളൊക്കെ ഒന്ന് കാസർഗോഡിലും കൂടി പോകണം എന്നുള്ളൊരു താല്പര്യത്തോടെ വന്നത്. കാരണം കാസർഗോഡിൽ നിന്ന് കുറേ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഞങ്ങളിതുവരെ കണ്ടില്ല. അത് ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നമ്മൾ റെൻ്റേക്കാരുടെ ചേട്ടൻ കേട്ടോ, പുള്ളിയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ നേരെ മണാലി ബസ് സ്റ്റോപ്പ് നേരെ ബസ് കയറി. ശരിക്ക് ബസ് യാത്ര ഒരു ഒന്നൊന്നര ഫീലെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നേരത്തെ കയറി വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. നമ്മുടെ നാട്ടിൽ ലേഡീസിനായിട്ട് സീറ്റ് ഒന്നുമില്ല. അങ്ങനെ വണ്ടി എടുത്ത് കുറേ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മോനെ ശരിക്കും ഒരു അഡ്വഞ്ചർ യാത്ര എന്ന് പറഞ്ഞില്ലേ. കാരണം 2 മല, അതിൻ്റെ ഇടയിലൂടെ ഒരു പുഴയും ഈ മലയുടെ ഇടയിൽ കൂടെ ഒരു റോഡും. ചില ഭാഗത്തൊക്കെ ഒരു വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത വണ്ടി പോയി കഴിഞ്ഞിട്ട് അടുത്ത വണ്ടി പോകാൻ പറ്റും, വണ്ടി നിർത്തിയിട്ട് കൊടുക്കണം. ആ രീതിയിലുള്ള പോക്ക് കേട്ടോ. ചില സൈഡൊക്കെ ഇടിച്ച് തീരെ ഇല്ലട്ടോ മോനെ. ആ ഒരു വളയ്ക്കുന്ന വളവൊക്കെ കാണുമ്പോൾ അതൊരു വല്ലാത്ത ഫീലായിരുന്നു. പിന്നെ ഞാൻ ഇപ്രാവശ്യം വന്ന സമയത്ത് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ കണ്ടിരുന്നു. ഒരു അധികം ആളും കാറും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് ബ്ലോക്കൊക്കെ കെട്ടി ഒരുപാട് ദിവസങ്ങളും ടൈമും വെറുതെ വേസ്റ്റാക്കി. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ നമ്മളെ വരവ് നമുക്ക് 100% നല്ലൊരു ഉപകാരമായി എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ കാസർഗോഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു വണ്ടി കുടുങ്ങി ആളിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി തള്ളി വണ്ടി കയറ്റിയ സമയത്ത് ഫുള്ള് വിദേശികളൊക്കെ നല്ലൊരു ക്ലാപ്പൊക്കെ തന്ന് ത്രില്ലായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നൈറ്റ് ഒരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിയൊക്കെ അറ്റൻഡ് ചെയ്ത് രാവിലെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാർക്കറ്റിലൊക്കെ പോയി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാത്രി പോയ സമയത്ത് നല്ലൊരു ബ്രിഡ്ജിൻ്റെ അവിടെ പോയി അങ്ങോട്ട് നിന്നിരുന്നു. നല്ലൊരു അടിപൊളി വൈബ് ചെയ്യുന്നു. അപ്പോൾ പകൽ നേരെ അങ്ങോട്ട് പോയി ആ ബ്രിഡ്ജിലൂടെ ഓരോ വണ്ടികൾ പോകുന്നതും പിന്നെ അതേപോലെ ആ ബ്രിഡ്ജിൽ കയറി 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല സെറ്റായി. പിന്നെ തൊട്ടപ്പുറത്ത് നല്ല ചായക്കട ഉണ്ടായിരുന്നു, നമ്മൾ പഴയ ചായക്കട പോലത്തെ. അപ്പോൾ നേരെ അവിടെ പോയിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് നല്ല ചായയൊക്കെ കുടിച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാക്കി നേരെ വിട്ടു. അവിടെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ റൂമൊക്കെ വിറ്റിക്കേറ്റ് ചെയ്ത് നേരെ പോയി. എൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അളിയൻ്റെ കല്യാണമുണ്ട്. പിന്നെ അത് മാത്രമല്ല അപ്പോൾ 1-2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ കാസർഗോഡ് ഭാഗത്തിൽ റോഡൊക്കെ ഇടിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കാവും. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വിട്ടു. പിന്നെ വന്ന ആൾക്കാരിലും കുറേ ആൾക്കാർ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും തിരക്കല്ലേ. ശരിക്കും ആ കാസർഗോഡിലേക്ക് പോകുമ്പോൾ ആ റോഡൊക്കെ ഉണ്ടല്ലോ, 2 മലയൊക്കെ ചെത്തിയെടുത്ത് ആ റോഡ് ഈ സൈഡിലാണ്ട് നല്ല കൊക്കയും ഒരു വണ്ടിക്ക് കറക്റ്റ് പോലെ ഗ്യാപ്പുള്ളൂ. അങ്ങനെ നേരെ തിരിച്ചെത്തി ഞങ്ങൾ മണാലിക്കുള്ള ബസ് കയറി ഏതാണ്ട് വെളുപ്പിനായപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ശരിക്കും ഇത്രയും നല്ലൊരു ടൂറും ഇത്രയും നല്ലൊരു അനുഭവം തന്ന അൾട്രാസ് ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിനോടുള്ളൊരു നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ടൂറിന് അതേപോലെ ഹണിമൂൺ പാക്കേജ് ആണെങ്കിലും ഇൻ്റർനാഷണൽ ടൂറാണെങ്കിലും ഏത് ടൂറിനാണെങ്കിലും എനിക്ക് ഒരു ബന്ധപ്പെടാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ നമ്പറൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യാം.